ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സുകുമാരക്കുറുപ്പ് ചാക്കോയെ കൊന്ന കഥ നമുക്കറിയാം. വളരെ കൃത്യതയോടെ നടത്തിയ ഓപ്പറേഷനിൽ വർഷങ്ങളായി സുകുമാരക്കുറുപ്പ് കാണാമറയത്താണ്. അതുപോലെ സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ സരിതയും സുഹൃത്തുക്കളും നടത്തിയ ഓപ്പറേഷൻ സക്സസ് ആകുമായിരുന്നു. പാപ്പച്ചൻ്റെ മക്കൾക്ക് സംശയം തോന്നിയില്ലായിരുന്നുവെങ്കിൽ കൊല്ലത്ത് ബാങ്ക് മാനേജറായ സരിതയും സുഹൃത്തുക്കളും കൊട്ടേഷൻ നൽകി വാഹനാപകടത്തിൽ കൊലപ്പെടുത്തിയ BSNL മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചൻ്റെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹം മരിക്കുന്നതിന് തലേ ദിവസം നഷ്ടപ്പെട്ടത് 14 ലക്ഷം രൂപയാണ്. സരിതയുടെ നേതൃത്വത്തിൽ കൃത്രിമം കാട്ടിയാണ് പണം പിൻവലിച്ചതെന്നാണ് പോലീസ് നിഗമനം. മെയ് 23 ഉച്ചയ്ക്ക് 12:30 ആശ്രമത്തെ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിന് സമീപം കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പാപ്പച്ചൻ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പിറ്റേന്ന് മരിച്ചത്. 22-നാണ് പണം പിൻവലിച്ചത്. പാപ്പച്ചനറിയാതെ പണം പിൻവലിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. പാപ്പച്ചൻ്റെ നിക്ഷേപം തട്ടിയെടുക്കാൻ സരിതയാണ് കൊട്ടേഷൻ നൽകിയത്. ആദ്യം വാഹനാപകടമെന്ന് കരുതിയ സംഭവം പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു. സരിതയുൾപ്പെടെ 5 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. പിതാവിൻ്റെ മരണശേഷം ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് മക്കൾ അന്വേഷണം നടത്തിയപ്പോഴാണ് കാർ അപകടത്തെക്കുറിച്ച് സംശയം തോന്നിയത്. പാപ്പച്ചന് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു എന്ന വിവരം സംശയം വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപ പാപ്പച്ചന് പ്രതിമാസം പെൻഷൻ ലഭിച്ചിരുന്നു. ഓഹരി നിക്ഷേപവും മറ്റ് നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്തിന് ലോൺ എടുക്കണമെന്നാണ് വീട്ടുകാർ ചിന്തിച്ചത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ സരിതയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി. പാപ്പച്ചൻ ലോണുകൾ എടുത്തിരുന്നതായാണ് സരിതയും പറഞ്ഞത്. ബന്ധുക്കളോട് ഇക്കാര്യങ്ങളൊന്നും പാപ്പച്ചൻ പറഞ്ഞിരുന്നുമില്ല. തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. സരിതയുടെ തട്ടിപ്പിനെക്കുറിച്ച് മറ്റൊരു ബാങ്കിലെ ജീവനക്കാരിയോട് പാപ്പച്ചൻ പറഞ്ഞിരുന്നതായി പോലീസിനും കുടുംബത്തിനും വിവരം ലഭിച്ചു. ബാങ്ക് ജീവനക്കാരായ അനൂപ് വീട്ടിൽ വരുമായിരുന്നെന്നും തൻ്റെ ഡയറി കാണുന്നില്ലെന്നുമാണ് പാപ്പച്ചൻ പറഞ്ഞത്. തനിക്ക് ലോണുണ്ടെന്ന് സരിതയും അനൂപും പറഞ്ഞതായാണ് പാപ്പച്ചൻ ബാങ്ക് ജീവനക്കാരിയോട് വെളിപ്പെടുത്തിയിരുന്നത്. 86 ലക്ഷത്തിലധികം രൂപ നിക്ഷേപിച്ചെങ്കിലും അതിന് തക്ക പലിശ ലഭിക്കാത്തതിനെ തുടർന്ന് പാപ്പച്ചൻ ബാങ്കിൽ അന്വേഷിച്ചു. ഇതിനുശേഷമാകും സരിത കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കരുതുന്നു. നിരവധി സംശയങ്ങൾ ഉയർന്നതോടെ പിതാവിന് എന്താണ് സംഭവിച്ചതെന്നറിയാനാണ് മക്കൾ പരാതി നൽകിയത്. ഷെയർ മാർക്കറ്റിൽ പാപ്പച്ചന് ഓഹരികളുണ്ടായിരുന്നു. ജനുവരിയിൽ 1 കോടിക്കടുത്ത് പിൻവലിച്ചിരുന്നു. മരിക്കുന്നതിന് തലേ ദിവസം 14 ലക്ഷം പിൻവലിച്ചതിനും രേഖകൾ ഉണ്ടായിരുന്നില്ല. 1000 രൂപയിലധികം പിൻവലിക്കാത്ത ആളാണ് പാപ്പച്ചനെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബാങ്ക് മാനേജറായിരുന്ന സരിത, ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് KP അനൂപ്, അനിമോൻ, ഹാഷിഫ്, മാഹിൻ എന്നിവർ പിടിയിലായി. തട്ടിപ്പ് പുറത്താകാതിരിക്കാൻ പാപ്പച്ചനെ കൊല്ലാൻ അനിമോന് സരിത കൊട്ടേഷൻ നൽകുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. 100-ലധികം CCTVകൾ പരിശോധിച്ച് വാഹനാപകടം നടന്ന സമയത്ത് റോഡിലൂടെ കടന്നുപോയ കാറിലേക്ക് അന്വേഷണമെത്തി. നീല നിറത്തിലുള്ള കാറായിരുന്നു. വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അനിമോനിലേക്കെത്തി. കാറിൻ്റെ 5ാമത്തെ ഉടമയായിരുന്നു അനിമോൻ. റൗഡി ലിസ്റ്റിലുള്ള ആളായതിനാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊലപാതക രീതി വ്യക്തമായി. വസ്തുക്കച്ചവടവും പണമിടപാടുകളും അനിമോനുണ്ടായിരുന്നു. അങ്ങനെയാണ് 2016 മുതൽ സരിതയുമായി സൗഹൃദത്തിലാകുന്നത്. പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് പ്രതികൾ കൃത്യമായ ആസൂത്രണം നടത്തിയാണ് പാപ്പച്ചനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു.